ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്ബൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഈ പ്രദേശത്ത് കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ഈ പ്രദേശത്ത് കടന്നു വരുവാനും ഇവിടെയുള്ള ജനങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഈ പ്രദേശത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന ധർമ്മത്തിൽ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരല്പം നേരത്തെ ശ്രദ്ധയെ ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ്. അനേക സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരു ദിവസത്തിൽ കൂടി ഒരു ദിവസം സാനുഭൂത്തുവാൻ ദൈവം നമ്മുടെ ജീവിതം വലിയ ഭാഗ്യങ്ങളൊക്കെ തന്നു. എങ്കിലും യഥാർത്ഥമായിട്ട് മനുഷ്യന് സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റ ഉത്തരം യഥാർത്ഥമായിട്ട് സമാധാനമില്ലെന്നേ എല്ലാവർക്കും പറയാൻ കഴിയുള്ളൂ. ഒരു സമ്മേളനത്തിന്റെ കുറിച്ച് ജസ്റ്റ് പറയാൻ ആഗ്രഹിക്കുക. ലോകം കണ്ട ഒരു മഹാവൻ ദുരന്തമായിരുന്നു ടൈറ്റാനിക് എന്ന കപ്പലിന്റെ വൻ ദുരന്തം. ആ കപ്പല് പുറപ്പെടുന്നതിന് മുമ്പ് അതിന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ കടന്നു പോകുന്നത് അറ്റ്ലാന്റ മഹാസമുദ്രത്തിൽ കൂടെയാണ്, വളരെ സൂക്ഷിക്കണം, അവിടെ മഞ്ഞുമലകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു സിഗ്നൽ അതിന് ലഭിച്ചു. എന്നാൽ അവർ പറഞ്ഞു, ദൈവം തമ്പുരാൻ എത്തിയപ്പോഴും ഈ കപ്പലിന്റെ തകർത്തുകളെ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കപ്പൽ തന്റെ കന്യായാത്ര ആരംഭിച്ചു. അനേകായിരങ്ങൾ ആ കപ്പൽ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അനേകായിരങ്ങൾ ആ കപ്പൽ യാത്ര ചെയ്തു. എന്നാൽ ആ കപ്പൽ കടന്നു പോകുന്ന സമയത്ത് കന്യായാത്രയിൽ തന്നെ ആ കപ്പൽ തകർന്ന അനേകായിരങ്ങൾ സമുദ്രത്തിലേക്ക് താഴ്ന്നു പോകാൻ ഇടവന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: അതിന് ലഭിച്ച ഒരു മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചു കളഞ്ഞു. ഇന്ന് പകൽ ഈ ദേശത്തോട് ചില മുന്നറിയിപ്പുകൾ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താണ് ആ മുന്നറിയിപ്പ് എന്ന് ചോദിച്ചാൽ, സഹോദര, നീ ഇങ്ങനെ മദ്യപിച്ച മയക്കുമരുന്നിന് അടിമയായി, ലഹരിക്ക് അടിമയായി നീ മുന്നോട്ട് കടന്നു പോയാൽ നിന്റെ കുടുംബം താഴ്ന്നു പോകും എന്നൊരു മുന്നറിയിപ്പ്. ഈ വഴിക്ക് നീ ഇങ്ങനെ പോയാൽ നിന്റെ മക്കൾ വലിയ നാശത്തിലേക്ക് പോകുമെന്നൊരു മുന്നറിയിപ്പ്. അത് മാത്രമല്ല, നീ മദ്യപിച്ച് ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അല്പവിഷത്തിന്റെ അകത്തോ അല്ലെങ്കിൽ ഒരു മുഴ കയറിന്റെ അകത്തോ നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്ന ഒരു കാര്യം ഈ ദേശത്തോട് പറയുന്നതിന് ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിലെ ഞങ്ങൾ ചില മുന്നറിയിപ്പുകൾ പറയാൻ കാരണം, ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ അനേക ജനങ്ങൾ മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുക. പത്രമെടുത്ത് വായിച്ചാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അവർ കേൾക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായി നമ്മുടെ കോതമംഗലത്തിന്റെ അടുത്ത് ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. അങ്ങനെ പത്രമെടുത്ത് വായിച്ചാൽ 2ാം ക്ലാസ് 4ാം ക്ലാസ് അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അനേക കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അതിന് യഥാർത്ഥമായി മറുപടി പറഞ്ഞാൽ മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടു പോയി. സമാധാനം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ അവർ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ: ആ സമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ അവൻ മദ്യത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ടല്ലേ എല്ലാ കുടുംബത്തിന്റെ അകത്തും സമാധാനം ആഗ്രഹിക്കുന്നവരുണ്ട്, സന്തോഷം ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥമായിട്ട് അവർക്ക് സമാധാനം കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനൊക്കെ അടിമയായി അവർ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ മദ്യത്തിൽ നിന്ന് യഥാർത്ഥമായിട്ട് മനുഷ്യന് സമാധാനം തരാൻ ഇന്ന് വരെ കഴിഞ്ഞ ചരിത്രമില്ല. എന്നാൽ ഇന്ന് പകലിനെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ആ മദ്യത്തിന്റെ അകത്ത് നിന്ന്, മയക്കുമരുന്നിന്റെ അകത്ത് നിന്ന് മനുഷ്യന് മാറ്റം വരുമോ? മാറ്റം വരുത്താൻ കഴിയുമോ? അതിന് വല്ല മാർഗമുണ്ടോ എന്ന് ഒറ്റ ഉത്തരവുണ്ട്. ഇന്ന് പകൽ ഈ ദേശത്തോട് പറയാം, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മാറ്റം വരുത്തുന്ന ഒറ്റ മാർഗമുണ്ട്. ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഉത്തരം നല്ല വാർത്തയാണ്, സമാധാനത്തിന്റെ വാർത്തയാണ് സുവിശേഷം. അപ്പൊ സുവിശേഷത്തെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, സുവിശേഷം എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യമല്ല സുവിശേഷം. 2, മതം മാറ്റുന്ന പരിപാടിയല്ല സുവിശേഷം. ഞാൻ പറയാറുണ്ട്, ചൊറിതണം എന്ന് പറഞ്ഞൊരു ചെടി എല്ലാ ദിവസവും മദ്യപിക്കുന്നത് വീട്ടിനകത്തേക്ക് വന്നിരിക്കട്ടെ, അത് എന്തെല്ലാം ചെയ്താലും ചൊറിതണം ചൊരിയുക തന്നെ ചെയ്യും.
എന്നാൽ അത് പറിച്ചുകൊണ്ട് വന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ കിടന്നിരിക്കട്ടെ, എത്ര വർഷം വെള്ളമൊഴിച്ചാലും എന്തെല്ലാം ചെയ്താലും ചൊറിയ തന്നെ ചെയ്യും. അതുകൊണ്ട് സ്നേഹിത, നമ്മല്ല മാറേണ്ടത്, നിന്റെ മനസ്സിനാണ് മാറ്റം വരുത്തേണ്ടത്. ഇന്ന് പകല് മനുഷ്യ മതത്തിന് വേണ്ടി ഓടുമ്പോൾ ഇന്ന് പകൽ ഞങ്ങൾ പറയുന്നു സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിന് യഥാർത്ഥമായ ഉത്തരം അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗമാണ് സുവിശേഷം. അതുകൊണ്ട് ഇന്ന് പകലില് ഞങ്ങൾ പറയും, ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നാളുകളെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നടന്നൊരു ചരിത്രം ഞങ്ങളുടെ പുറകിലുണ്ട്. അവിടുന്ന് ഞങ്ങളെ മാറ്റം വരുത്തിയൊരു മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. നിങ്ങൾ പലപ്പോഴും നിങ്ങളെ ചിന്തിക്കാറുണ്ട്, ഞങ്ങളെപ്പോലെ ആളുകൾ അനേക കവലകൾ തോറും നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കേണ്ട കാരണമെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. വിശുദ്ധ തിരുവചനം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞെങ്ങനെയാണ്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഈ സ്നേഹം വന്നപ്പോൾ നീ മദ്യപിച്ച് നിന്റെ കുടുംബം തകർന്നു പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് നീ എന്റെ സഹോദരനാണെന്ന് ബോധ്യം വരുത്തിയ ഒരു മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അതുകൊണ്ടാണ് ഈ സുവിശേഷം ഏത് സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രസംഗിക്കുവാൻ കഴിയുന്ന കാരണമെന്ന് ചോദിച്ചാൽ ഇത് സമാധാനത്തിന്റെ മാർഗമാണ് സുവിശേഷം. അതുകൊണ്ട് ഇത് പകൽ ഈ ദേശക്കാരികൾ ചോദിക്കുക, എത്ര നാളായി നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട്? എത്ര ഡോക്ടർമാരെ കണ്ടു, ഡോക്ടർമാരെല്ലാവരും വിധി എഴുതി അവസാനം മദ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കേണ്ടത് ഓർത്തുകൊണ്ട് നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലില് സ്നേഹിത നീ ആത്മഹത്യ ചെയ്യരുത്. സ്നേഹിത, നീ മദ്യത്തോട് വിട പറയാൻ ഇന്ന് പകലില് നിന്നെ സ്നേഹിക്കുന്ന ആരുമില്ലെങ്കിലും ഞാൻ ചങ്കുറപ്പോടെ പറയാം, നിന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ട്, അവന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയുവാൻ ഞങ്ങൾക്കുള്ളത് പ്രയോജനം എന്ന് പറഞ്ഞാൽ അതാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ ചങ്കുറത്തോടെ ചങ്കുറ്റത്തോടെ ആവേശത്തോടെ നിന്ന് പ്രസംഗിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ യേശു അവർ ദൈവത്തിന്റെ പുത്രനാണ് കർത്താവ് യേശുക്രിസ്തു. പിന്നെ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം? ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജനങ്ങളല്ല പണ്ടൊരു ചിന്തയായിട്ട് ഞാൻ കാര്യം പറയാൻ ആഗ്രഹിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ജനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി. അവസാനം ജനങ്ങൾ കണ്ടെത്തിയത് ഇങ്ങനെയാണ്, ഇരുമ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ളത്. അങ്ങനെ ലഹരി പിടുത്തമാണെങ്കിൽ ലഹരി പിടുത്തത്തെ കുറിച്ച് പറയാം, ദൈവത്തെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് പറയണ്ട. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഇരുമ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുമ്പിനെടുക്കൽ ചേർന്നു. ഇരുമ്പേ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ അങ്ങനെയാണോ? അങ്ങനെ ഇരുമ്പല്ലേ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ. ഞാൻ അങ്ങനെ ഓർത്തിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? തീയുടെ മുമ്പില് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നൊക്കെ ശക്തിയുള്ളത് തീക്കാണ്. അങ്ങനെ തീരടിക്കൽ ചെന്നു. നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ. തീ പറഞ്ഞു, വെള്ളത്തിന് മുമ്പില് എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി വെള്ളമാണ്. അങ്ങനെ വെള്ളത്തിലേക്ക് വെള്ളം പറഞ്ഞേ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ഞാൻ ഓർത്തിരുന്നത്. പക്ഷേ പലപ്പോഴും സൂര്യന്റെ ചൂട് എന്നെ പറ്റിച്ചു കളയും. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാരാണ് സൂര്യനാന്ന് പറഞ്ഞു. അങ്ങനെ സൂര്യനെ ചോദിച്ചു, സൂര്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ നീയാണോ? അപ്പൊ സൂര്യൻ പറഞ്ഞു, എന്റെ പ്രകാശത്തെ മറയ്ക്കുന്ന മേഘപ്പാളുകളുണ്ട്. എന്നൊക്കെ ശക്തിയുള്ളത് മേഘപ്പാളിക്കാണ്. തീർന്നില്ല. അപ്പൊ മേഘപ്പാളി ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ നീയാണോ? അപ്പൊ മേഘപ്പാളി പറഞ്ഞു, അതെ ഞാൻ അങ്ങനെ ഓർത്തിരുന്നു. സൂര്യന്റെ പ്രകാശത്തെ വരെ മറയ്ക്കാൻ ശക്തിയുള്ളത് എനിക്കാ. പക്ഷെ ഞാൻ അങ്ങനെ ഓർത്തിരുന്നത് പലപ്പോഴും കാറ്റ് എന്നെ പലപ്പോഴും മാറ്റിക്കളയും. എന്നൊക്കെ ശക്തിയുള്ളത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കാറ്റിനാണ്. അവർ കാറ്റിനടുക്കൽ ചെന്നു. കാറ്റേ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ നീയാണോ? കാറ്റിനോട് കാറ്റ് പറഞ്ഞതേ ഏത് മേഘപ്പാളിയെയും പറപ്പിക്കാൻ ശക്തിയുള്ളത് എനിക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ പറഞ്ഞു മേഘപ്പാട്. കാറ്റാന്ന് പറഞ്ഞു. അത് കാറ്റുകാരും പറഞ്ഞു, പലപ്പോഴും പർവ്വതങ്ങൾ എന്നെ തടഞ്ഞു നിർത്തും. എന്നെക്കാളും വലിയ ശക്തിയുള്ളത് എന്തിനാ? പർവ്വതങ്ങൾക്ക് അത് പറഞ്ഞു. അങ്ങനെ പർവ്വതങ്ങൾക്ക് ചെന്നു. പർവ്വതം പറഞ്ഞു, അതെ ഏത് 200, 500, 1000 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന കാറ്റിനെ തടയാനുള്ള ശക്തി
എനിക്കുണ്ട്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും ശക്തിമാണെന്ന് പറഞ്ഞു. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഞാൻ അങ്ങനെ ഓർത്തിരുന്നത്. പക്ഷെ മനുഷ്യരുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവര് പലപ്പോഴും എന്നെ കുത്തി തകർത്തു കളയും. എന്നേക്കാൾ ശക്തിയുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് പറഞ്ഞു, മനുഷ്യരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ. ഇന്ന് പകൽ ഈ ചിന്നാർ ദേശത്തോട് നിന്നുകൊണ്ട് ശങ്കുറത്തോടെ ആവേശത്തോടെ വിളിച്ചു പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ നമ്മൾ ഒരുമിച്ച് പറയും, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ. മനുഷ്യന്റെ കണ്ടുപിടുത്തം ഓർത്ത് നിങ്ങൾ നോക്കിക്കേ, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടുന്ന് അമേരിക്കയിൽ കടന്നു പോകുമ്പോൾ പ്ലെയിൻ കണ്ടുപിടിച്ചു, ട്രെയിൻ കണ്ടുപിടിച്ചു, റോക്കറ്റ് കണ്ടുപിടിച്ചു, ചന്ദ്രനകത്ത് മനുഷ്യൻ താമസം വരാൻ കാര്യങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ഡോക്ടേഴ്സുമാർ എന്തെല്ലാം അമേരിക്കകൾ ദാനങ്ങൾ ചെയ്യുന്നു. അവർ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ കണ്ടുപിടിക്കുന്നു. പക്ഷെ മനുഷ്യൻ പറയാം, നമ്മൾ ഒരുമിച്ച് നിന്ന് പറയും, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ ചിന്നാർ ദേശത്ത് പറയും, മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ. പക്ഷേ നമ്മളെല്ലാവരും കാര്യം പറയും, നമ്മൾ അങ്ങനെ ഓർത്തിരുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ശക്തിമാനുണ്ട്, അവന്റെ പേരാണ് മരണം. ഇന്ന് പകൽ ഈ ദേശത്തോട് പറയാം, നിനക്ക് എത്ര ചങ്കുറപ്പുണ്ടെങ്കിലും, എത്ര ശക്തനായാലും, എത്ര സമ്പത്തുള്ളവരായാലും, ഇന്ന് പകൽ ചങ്കുറപ്പ വിളിച്ചു പറയാം, ഒരിക്കൽ മരണം നിന്നെ പിടിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു പറയും, അവന്റെ പേരാണ് മരണം. അല്ലേ? മരണത്തിന് മുമ്പിൽ സകല മനുഷ്യരും മുട്ടുമുടക്കും. അവരുടെ കവിത്രി ഇങ്ങനെ പാടിയില്ലേ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കാലചക്ര വിപ്ലവത്തിൽ അമർന്നുപോയി. പിന്നെ നമുക്കെന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ഇന്ന് പകൽ പറയാം, ലോകം കണ്ട അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ അവർ മുട്ടുമടക്കി, അവർ തോറ്റുപോയി. ഇന്ന് പകലിനെ കേൾക്കുന്ന പറയാം, ഏത് നിമിഷവും ഈ മരണം നിന്നെ കാർന്നു പിടിക്കാം. ഏത് നിമിഷവും ഈ മരണത്തിന് മുമ്പില് നീ വിട്ടുമടക്കുന്ന ഒരു ദിവസം മുമ്പിലുള്ള കാര്യം മറക്കരുത്. ഇന്ന് പകൽ പറയുന്നു, 10,000 നില കെട്ടിപ്പടുവാനും അതിന്റെ മുകളില് മൃത്യു നിന്നെ പിടിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. ഞാൻ പറയാറുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് അവൻ എന്തെല്ലാം സമ്പാദിച്ചാലും, എന്തെല്ലാം നേടിയാലും, എത്ര കാര്യങ്ങൾ ചെയ്താലും ഒരിക്കൽ ഈ മരണത്തിന് മുമ്പിൽ അവൻ കീഴടങ്ങേണ്ടി വരും. അവന് ഭക്തർ പാടിപ്പിക്കാൻ വേണ്ടി, ദൂരാവേ അല്ല മരണം എന്നാർക്കറിയാം, ദേശം ഇല്ലാ സമയങ്ങൾ, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളും ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കായി എന്തു കഷ്ടമേ. ഇന്ന് പകൽ ശാന്തമായി ചോദിക്കട്ടെ, ഒരിക്കൽ ഈ മരണത്തിന് മുമ്പില് നീ മുട്ടുമടക്കേണ്ടി വരുന്ന ദിവസമുണ്ട്. ഇന്ന് പകലില് ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഇത് പറയുവാൻ ഞങ്ങൾക്ക് ആവേശമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു അവൻ മരണം കൊണ്ട് അവസാനിച്ചവനല്ല. ഇന്ന് പകൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ മരണത്തിനടയ്ക്ക് എല്ലാവരും ചെറിയ ചെയ്തി മരണമേ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനെ ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയതാ. അവസാനം ഞങ്ങൾ കണ്ടെത്തി, മരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ. അതുപോലെ ലോകത്തെ സർവ്വ മനുഷ്യരും എന്റെ മുമ്പിൽ മുട്ടുമടക്കിയ ചരിത്രം എനിക്ക് പറയാറുണ്ട്. നിങ്ങൾക്കറിയാം ഒരു സംഭവം ഞാൻ പറയാം. ലോകം അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ഡാൻസർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 150 വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. അതിനുവേണ്ടി താൻ ചെയ്തത് വളരെ ചെയ്ത കാര്യമില്ല. തന്റെ വീടിന്റെ അകത്ത് 12 ഡോക്ടർമാരെ തന്റെ കുടുംബത്തിന്റെ അകത്ത് താൻ നിർത്തി. 100-ൽ പരം ആളുകളെ തന്റെ കുടുംബത്തിനകത്ത് നിർത്തി. താൻ ഇങ്ങനെ പറഞ്ഞു, തന്റെ അവയവത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് സംഭവിച്ചാൽ അത് മാറ്റി വെക്കുന്നതിന് വേണ്ടി ആളുകളെ നിർത്തി.
അദ്ദേഹം ഒരു ആഹാരം കഴിക്കണമെങ്കിൽ അത് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം കഴിച്ചുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ 150 വർഷം ഈ ഭൂമിയിൽ ജീവിക്കും. എന്നാൽ കേൾക്കണമോ, 50-ാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. സ്നേഹിത, നിന്റെ ജീവിതത്തിനും നിന്റെ ശരീരത്തിനും വേണ്ടി നീ എന്തെല്ലാം ഡോക്ടർമാരെ കണ്ടാലോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലോ, ഇന്ന് പകൽ മരണത്തിന് മുമ്പിൽ നീ കീഴടങ്ങിയ മതിയാകുന്നു. ഇന്ന് പകൽ മറന്നു പോകരുത്. അങ്ങനെ പറഞ്ഞു മരണം പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ മരണം പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ മരണമാണ്. അങ്ങനെ മരണത്തിനടുക്കൽ ചെന്നു. ഈ മരണത്തിനടുക്കൽ ചെന്നപ്പോ മരണമേ, ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനെ അന്വേഷിച്ചിറങ്ങിയതാ. അവസാനം ഞങ്ങൾ കണ്ടെത്തി ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ നീയാണ്. അങ്ങനെ മരണത്തോട് സന്തോഷമായി. അതെ, മരണം ഒരു കാര്യം പറയും, മരണം വന്നതേ, ഞാൻ എല്ലാവരെയും എന്റെ മുമ്പിൽ തോൽപ്പിച്ച ചരിത്രമുണ്ട്. എന്നിട്ട് മരണം ഒരു കാര്യം പറഞ്ഞു. മരണം ഒരു കാര്യം പറഞ്ഞു. മരണം ഇങ്ങനെ വന്നിരിക്കുന്നത് മരണം ഒരു കാര്യം ഇങ്ങനെയാണ്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവനെ ഞാൻ വാരി പുണർന്നു. ഇന്ന് പകലില് ഈ ചിന്ന ദേശത്തോട് ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വരുവാൻ, മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമെന്ന് ചോദിച്ചാൽ നല്ലൊരു കാര്യം പറഞ്ഞു. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവനെ ഞാൻ വാരി പുണർന്നു. എല്ലാവരും പറഞ്ഞു, നിനക്കവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, നിനക്കൊരിക്കലും അവന് മുമ്പ് ജയിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞവനെ ഞാൻ അവനെ വാരിപ്പുണർന്നു. എനിക്ക് 3 ദിവസമേ എനിക്ക് അവനെ കല്ലറയുടെ അകത്ത് ഒതുക്കുവാൻ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ ദിവസം, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകലെ ചങ്കുറപ്പോടെ ആവേശത്തോടെ നിന്നുകൊണ്ട് ചിന്ന ദേശത്തോട് വിളിച്ചവരെയാ ഞങ്ങൾ പ്രതികരിക്കുന്നത്. യേശു എന്ന് പറഞ്ഞത് മരിച്ചു കല്ലറ കണ്ട് അവസാനിച്ചവരല്ല, ഒരു കല്ലറയെ ജയിച്ചവൻ, പാപാത്മ ജയിച്ച ഒറ്റ മേലാളുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെ പ്രസംഗിക്കുന്നതിന് ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക് പേടിയില്ല. കാരണം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങളെപ്പോൾ ഒത്തിരി പേരെ അവർ ജയിലിൽ അടച്ചിട്ടുണ്ട്, ഒത്തിരി പേരെ അടിച്ചിട്ടുണ്ട്, ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. പിന്നെ അടിച്ചാലോ ഇടിച്ചാലോ നിങ്ങളുടെ കഴുത്തറുത്ത് താഴെയിട്ടാലോ അവിടെ തീരുന്ന മാർഗമായ സുവിശേഷം. ഈ സുവിശേഷം ഏത് സ്ഥലത്തും ചങ്കുറപ്പോൾ ആവേശത്തോടെ പ്രസംഗിക്കുന്ന മാർഗമുണ്ടെങ്കിലോ അതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് നല്ല ചങ്കൂറ്റമുണ്ട്. കാരണം യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ദൈവമാണ്. യേശു ക്രിസ്തു ദൈവമായതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഞാൻ ബാക്കി നിർത്തുകാരും പറയില്ല, എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്. ഇന്ന് പകൽ നാളുകളോട് ഈ മദ്യത്തിന് അടിമയാണെങ്കിൽ ആ മദ്യത്തിന് ഒരു മാറ്റം വരുത്തി നിർത്തണമെങ്കിൽ ഇന്ന് പകൽ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൈ നിൽക്കുന്ന ദൈവാസങ്ങളുടെ മൈക്കിൽ കൈമാറിയാൽ അവരും പറയും. ഒരു കാലത്ത് ഇവിടെ നിൽക്കുന്ന പ്രിയ ദേവദാസൻ ഒരു കാലത്ത് ലോകത്തിന് വേണ്ടി സൈത്യം മേടിച്ച അനേക സ്ഥലങ്ങളില്, അനേക ക്ഷേത്രങ്ങളില്, അനേക അമ്പലങ്ങളില്, അല്ലെങ്കിൽ പള്ളികളില് പ്രദക്ഷിണമായി കടന്നുപോയ ദേവദാസനാണ്. ഇപ്പോൾ യേശുവിന് വേണ്ടി അനേക കവറുകൾ നിന്ന് കൊട്ടുവാൻ കാരണം, പാടുവാൻ കാരണം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഇന്ന് പകലില് ഞാൻ കേൾക്കുന്നവർ കടന്നുപോയിരിക്കുന്ന ഓരോരുത്തരുടെ കൈനോട്ടും ഈ മൈക്ക് കൈമാറി അവരും പറയും, ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയ ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അതുകൊണ്ട് പറയുക, എന്താണ് യേശു ചെയ്യുന്നത്? ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ ഗബ്ര എന്ന കൽത്തോളം മുതൽ കാൽവരി വരെ വീണ്ടും എഴുന്നേറ്റു 4 കോടതിയിൽ 5 കോടതിയിൽ മാറി മാറി യേശു വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും യേശുവിന്റെ മേൽ കണ്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് യേശു മരിക്കാൻ കാരണം? എന്റെയും നിന്റെയും സകല പാപവും എന്റെ കർത്താവായ യേശു ആ കാൽവരിയിൽ ഏറ്റെടുത്തു. തീർന്നില്ല, ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുക. അതാ ഇന്ന് പകല് യേശു കർത്താവ് ക്രൂശുമായി കടന്നു പോകുമ്പോൾ അനേക സ്ത്രീകൾ യേശുവിന്റെ പുറകെ കരഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ യേശു അവരോടൊരു കാര്യം പറഞ്ഞു. ആ വാക്ക് ഇങ്ങനെയായിരുന്നു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവി
എന്തുകൊണ്ടാണ് ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു പാലസ്തീനെ പച്ചമണ്ണെന്ന് വിളിച്ചു കാരണം ഇന്ന് പറഞ്ഞ ഓർത്തെ പത്രത്തിൽ നിന്ന് വായിച്ച സ്നേഹിത, ഞങ്ങൾ വിമർശിക്കുന്നവർ പറയട്ടെ, നിങ്ങൾ പത്രത്തിൽ നിന്ന് വായിച്ച് നമ്മുടെ എത്ര കുഞ്ഞു മക്കളെ ആത്മഹത്യ ചെയ്യുന്നത്, എത്ര കുഞ്ഞുങ്ങളാ അവര് ആത്മഹത്യക്ക് വേണ്ടി പ്രേരണ ചെയ്യുന്നത്, എത്ര പേരെ കഞ്ചാവിന് അടിമയാകുന്നത്, എത്ര കുഞ്ഞുങ്ങളെ മദ്യത്തിന് അടിമയാകുന്നത്, എത്ര പേരാ അത് ലഹരി അടിമയായി അവരെ ജീവിതം നശിപ്പിക്കുന്ന എത്ര കുടുംബങ്ങളാ ഇന്ന് പകൽ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു, എന്നെ ഓർത്ത് കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട, യേശുവിന്റെ കാര്യം ഓർത്താരും കരയണ്ട, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് പകൽ ദേശത്തോട് ഇന്ന് പകൽ യേശു വിളിച്ചു കരയോ. അതാണ് ഞങ്ങളുടെ സന്തോഷം. അതുകൊണ്ട് ഇത് പകൽ ഞാൻ വാക്യം നിർത്തുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ സ്നേഹിത, എന്റെ കർത്താവ് വീണ്ടും എഴുന്നേറ്റു കർത്താവ് ക്രൂശിൽ കടന്നുപോയി ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ 2 കള്ളന്മാരെ നടുവിൽ എന്റെ യേശുവിനെ അവർ ക്രൂശിച്ചു. അതിൻ്റെ അകത്ത് 2 കള്ളന്മാർ നടുവിൽ അതിലൊരു കള്ളൻ പറഞ്ഞു, 2 കള്ളന്മാരുടെ ജീവനെല്ലാം തീർന്നു, അവർ തെറ്റ് ചെയ്തുകൊണ്ട് അവരെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചത്. അപ്പോൾ അതിനകത്ത് അവരെ കള്ളൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പ്രഭു അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർത്തുകൊള്ളണേ. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇന്ന് പകലില് ആ യേശുവിന്റെ സ്നേഹത്തെ ആദരം ചെയ്യുക. ഇന്ന് പകലില് നിന്റെ പാപം എത്ര കടുചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അതുകൊണ്ട് ഇന്ന് പകലില് ഒന്ന് പറയാൻ, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാണ്, ഇന്ന് പകൽ പാപിയായ മനുഷ്യനാണെന്ന് നീ ഇരിക്കുന്ന ഇരിപ്പിടത്ത് നിന്നുകൊണ്ട് പറയാൻ തയ്യാറായാൽ നിന്നെ സ്നേഹിക്കുന്ന യേശു നിന്റെ അടുക്കൽ വരികയാണ്. നിന്റെ പാപം എത്ര കടുചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന മാർഗം അതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഇന്ന് പകലില് ആ യേശുവിനെ മാടി വിളിക്കുക. ഇന്ന് പകലില് എന്റെ വാക്യം നിർത്തുക. ഒരു കാര്യം ദേശത്തോട് ചോദിക്കുക, ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആഹ്വാനം ചെയ്യുക. ഇന്ന് ഒരു നിമിഷം ചിന്തിച്ച്, കർത്താവേ ഞാൻ യേശുവിന് വേണ്ടി, എനിക്ക് യേശുവിനെ വേണം, ആ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത് വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് മുതൽ ഞാൻ യേശുവിനെ ജീവിക്കാം. എത്ര പേർ തീരുമാനമെടുക്കും? ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒരു നിമിഷം കർത്താവേ, ഞാൻ സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഈ ദേശത്തിന് വേണ്ടി എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു, വ്യാപാരി വേഷങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദേശത്തുള്ള സകലയോട് കൃഷി സമ്പത്തിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ മൃഗസമ്പത്തിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവേ, ആരെങ്കിലും ആത്മഹത്യയെ കുറിച്ച് അവർ ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ സമാധാനം, യേശുവിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്ന കർത്താവേ. ഒരു ആത്മകരണം വിടുന്ന സ്തോത്രം കർത്താവേ, അവരെ മധ്യമെന്ന് വിടുന്ന യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ ദേശങ്ങളിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിനെ തുടർന്നു പ്രാർത്ഥനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം എല്ലാവർക്കും തന്നിരിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.